ആളുകളുണ്ട്. ചേട്ടാ, ഇന്നലെ ഒരുപാട് പേര് ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. ഇനിയുണ്ടോ? എന്താണ്? കുറച്ച് ആൾക്കാരുണ്ട്. എല്ലാവരും പിന്നെ പോകാന്ന് വെച്ചിരിക്കുകയാണ്. രാവിലെ കുറേ പേരൊക്കെ ഇങ്ങോട്ട് എത്തിച്ചു. ഇപ്പോൾ ആൾക്കാരുണ്ട്. ഈ വെള്ളത്തിനൊരു ബുദ്ധിമുട്ട് കാണണം. അതായത് ഈ ആളുകള് വെള്ളം ഇറങ്ങുമെന്ന പ്രതീക്ഷയില്ല എല്ലാവർക്കും ഇരിക്കുന്നത്. ഇപ്പോഴും ഉണ്ട്. അങ്ങനെയുണ്ടോ? ഇപ്പോഴും അങ്ങനെ ഇരിക്കുന്നുണ്ട്. നമ്മൾ പറയുന്നുണ്ട് കയറിപ്പോര് വെള്ളം കൂടുമെന്ന് പറയുന്നുണ്ട്. എന്നാലും ഇന്നലത്തെക്കാളി വെള്ളം കൂടി. ഇന്നലെക്കാളും ഒരടി ഇങ്ങനെ വന്നിട്ടുണ്ട്. പയ്യെ കയറുന്നതേ. ഇന്നലെ കുറച്ച് അപ്പുറത്തായിരുന്നു വെള്ളം കിടന്ന്. ഇന്നലെ തൊട്ടാ അങ്ങനെ പ്രശ്നമില്ല. ഇന്നിപ്പോൾ ഒരടി കൂടെ കൂടിയിട്ടുണ്ട് വെള്ളം. എന്തായാലും അതാണ് സാഹചര്യം. ഇവിടെ പഞ്ചായത്ത് അധികൃതരും ഒക്കെ എത്തുന്നുണ്ട്. അവരുടെ വാഹനത്തിൽ കുടിവെള്ളം ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. റവന്യൂ ഉദ്യോഗസ്ഥരും ഒക്കെ ഉണ്ട്. ഇവിടേക്ക് NDRF ടീം വരുന്നുണ്ടല്ലേ? ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. അതായത് ഇവിടുന്ന് ഇനിയും ആളെ ഇറക്കണം എന്ന് ആരെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ട്? രാവിലെ ഒരു 4-5 വീട്ടുകാർ പറഞ്ഞിട്ടുണ്ട്. അവരെ കൂടെ നമ്മൾ സേവ് ചെയ്യാനുണ്ട്. അവർ രാവിലെ നമ്മൾ പോകും. രാവിലെ അവരെ ഇറക്കാൻ പോകും. സജിത്ത്, അതാണ് ഇറഞ്ഞാലെ സാഹചര്യം. ഇതാ വിജയപുരം പഞ്ചായത്തിൽപ്പെട്ട സ്ഥലമാണിത്. ഇവിടെ ഉള്ള ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ എത്തി ഇവിടുത്തെ കാര്യങ്ങൾ ഒക്കെ മനസ്സിലാക്കി കുടിവെള്ളം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വാഹനത്തിൽ എത്തിച്ച് ആവശ്യക്കാർക്ക് കൊടുക്കുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. നമുക്ക് കുറച്ച് അങ്ങോട്ടേക്ക് നടന്നാൽ ഇന്നലത്തേതിലും വെള്ളം കൂടുതലാണ്. ഈ വഴി പൂർണ്ണമായും ഗതാഗതം നിലച്ചിരിക്കുന്ന സാഹചര്യം തന്നെയാണുള്ളത്. വാഹനങ്ങളെല്ലാം ഈ ഇറഞ്ഞാൽ പാലത്തിലേക്ക് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന അവസ്ഥയാണ് ഉള്ളത്. ചില വണ്ടികൾ ഒരുപക്ഷെ നേരത്തെ കൊണ്ടിട്ട വണ്ടിയായിരിക്കും അല്ലേ മോനെ? കാർ? അതെ. ബ്രേക്ക് ഡൗൺ ആയതാ. മാറ്റാൻ പറ്റില്ല. ഉള്ളിലപ്പോൾ വെള്ളം കയറി കാണുമല്ലോ. സൈലൻസർ വെള്ളം കയറിയിട്ട് ബ്രേക്ക് ഡൗൺ ആയി കിടക്കുകയാണ്. ഇത് ഈ വെള്ളത്തിൽ കൂടെ ഓടിച്ചു വന്നപ്പം ബ്രേക്ക് ഡൗൺ ആയാണ്. അങ്ങനെ കുറേ വണ്ടികളുണ്ടായിരുന്നു. ഞങ്ങൾ കുറേ എണ്ണം തള്ളി മാറ്റി. ഇത് തള്ളി മാറ്റാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ ഇട്ടിട്ട്. സജിത്ത്, ഇതാണ് ഈ വാഹനങ്ങളുടെ ഒരു പ്രശ്നം. അതാണ് പലരും ഈ റോഡ് പരിചയമുള്ളവരായിരിക്കില്ല. അവരിങ്ങനെ വന്ന് അതിൽ പെട്ടുപോകും. ചിലപ്പോൾ സൈലൻസറിനുള്ളിലേക്ക് വെള്ളം കയറുന്ന സ്ഥിതി വരും. അപ്പോൾ ഈ വണ്ടി അങ്ങനെ വന്ന് പെട്ട് കിടക്കുന്ന ഒരു വണ്ടിയാണ്. ഇതിനുള്ളിലേക്ക് ഫലത്തിൽ, അതായത് ഇതിനപ്പുറത്ത് ഇതിലും വെള്ളമുണ്ട്. അതുവഴി വന്ന സമയത്ത് സൈലൻസറിൽ വെള്ളം കയറി പെട്ടുപോയ സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും അതാ ഇപ്പുറത്തെല്ലാം വീടുകളുടെ എല്ലാം അവസ്ഥ അത് തന്നെയാണ്. ഇന്നലത്തെക്കാട്ടിൽ വെള്ളമുണ്ട്. അങ്ങ് ദൂരെ നിന്ന് ഇപ്പോഴും ആളുകൾ, അതായത് സഹിത്ത് ഈ ഒരു പ്രദേശത്തിൻ്റെ പ്രത്യേകത, നമ്മൾ ഇവിടെ ഈ 2 സൈഡിലുമുള്ള വീടുകളിലെല്ലാം വെള്ളം കയറി നിൽക്കുന്നു. ചില വീടുകളിൽ ഇപ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച പോലെ കഴുത്തറ്റം വെള്ളമുള്ള സ്ഥലങ്ങളുണ്ട്. പക്ഷേ എന്നാൽ ചിലയിടത്ത് വെള്ളം കയറാത്ത സ്ഥലവുമുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് പലയിടത്തും ആളുകൾ ഇപ്പോഴും കാത്തിരിക്കുന്നത്. കാരണം പാലയിൽ നിന്ന് വെള്ളം ഇറങ്ങാൻ തുടങ്ങി. അതുകൊണ്ട് ഇനിയും ഇവിടെയും കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിരിക്കുന്നവർ, ചിലർക്ക് അത് 2 നില വീടുകളൊക്കെ ഉള്ളവർ, അവരും മുകളിലത്തെ നിലയിൽ കാത്തിരിക്കുന്നു ഇപ്പോഴും എന്നുള്ളതാണ് എടുത്ത് പറയാൻ സാധിക്കുന്നത്. ചിലരൊക്കെ വീട്ടിൽ കഴിയുന്നവർക്ക് ഭക്ഷണത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അത്തരം ആളുകൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നതൊക്കെ നമ്മൾ രാവിലെ കണ്ടതാണ്. ചേട്ടാ, വീട്ടിൽ നിന്ന് വരികയാണോ അതോ അവിടെ വെള്ളം കയറിയോ? വീട്ടിൽ പറിക്കാത്തെല്ലാം കയറി. മുട്ടറ്റം വെള്ളമുണ്ട് പറിക്കാത്ത. ചേട്ടനപ്പോൾ നേരത്തെ തന്നെ മാറിയതാണോ? ഇന്നലെ തന്നെ മാറിയാണ്? മേളിൽ നിലയുണ്ട്. മേളത്തെ നിലയോട്ട് കയറി. അവിടെ ഭക്ഷണ സാധനങ്ങളെല്ലാം ഉണ്ട്. ഭക്ഷണമൊക്കെ ഇല്ല. ഇപ്പം ഞങ്ങൾ മേടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. പാചകം ചെയ്യാൻ പറ്റില്ലേ? പാചകം ചെയ്യാൻ ഗ്യാസുണ്ട്. കറണ്ട് ഉണ്ടോ? കറണ്ടില്ല. ഫോണെല്ലാം പ്രശ്നമാണ്. ഇപ്പം വേറൊരു ഒരു കൂട്ടുകാരത്തിൻ്റെ വീട്ടിൽ കൊടുത്തു വിട്ടിരിക്കുക കുത്താനായിട്ട്. വടവാതിൽ. അങ്ങനെയൊക്കെയാണ്. ആളുകൾ ഈ ബുദ്ധിമുട്ടി കുടുങ്ങി കിടക്കുന്നുണ്ടോ ചേട്ടാ? ഇല്ല ആരുമില്ല. അത് അദ്ദേഹത്തിൻ്റെ അറിവാണ് പങ്കുവെച്ചത്. പക്ഷേ റവന്യൂ ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ചാണ് ഇവിടെ ചിലർ കുടുങ്ങി കിടക്കുന്നുണ്ട് എന്നുള്ളത്. നമുക്ക് ദൂരേന്ന് സജിത്തിന് കാണുന്നുണ്ടോ എന്നറിയില്ല. ഒരല്പം ദൂരേന്ന് വള്ളത്തിലെ ആളുകളെ ഇന്നും കൊണ്ടുവരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഈ ആളുകളുടെ സാഹചര്യം ഇങ്ങനെയൊക്കെ തന്നെയാണ്. എത്ര മഹാപ്രളയം വന്നാലും എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ആളുകൾ ഒരല്പം വീണ്ടും വീട് വിടാൻ പറ്റാതെ കാത്തു നിൽക്കുന്ന സാഹചര്യം ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഈ വീടിൻ്റെയൊക്കെ അവസ്ഥ പരിതാപകരമാണ്. അതായത് അത്ര അധികം വെള്ളം നിറഞ്ഞു നിൽക്കുന്നു. പക്ഷേ ഇതൊക്കെ 2 നില വീടായതുകൊണ്ട്, പക്ഷേ ഈ വീട്ടിലൊന്നും ആരും ഇപ്പോഴും ഉണ്ടോയെന്നറിയില്ല. ഈ വീടിൻ്റെ ഉടമയാണെന്ന് തോന്നുന്നു. അവിടെ ഒരു ചേട്ടൻ കുറച്ച് മോട്ടോർ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണുന്നുണ്ട്.
വള്ളത്തിൽ വരുന്നവരോട് നമുക്ക് എന്തായാലും ചോദിച്ചു നോക്കാം. എന്തായാലും സഹിതം മഴ മാറിയെന്ന് പരിപൂർണമായി പറയാൻ പറ്റില്ല. നമ്മുടെ ഈ ലൈവ് എടുക്കുന്നതിന് കുറച്ച് മുമ്പ് അതിശക്തമായൊരു 10-15 മിനിറ്റ് മഴ പെയ്തു. നിങ്ങൾ രക്ഷാപ്രവർത്തനമാണോ അതോ വെറുതെ പോകുന്നു? കാല് മുറിഞ്ഞു, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം. അതെ അതെ. ഈ വീട്ടിലിരിക്കുമായിരുന്നോ അപ്പോൾ പയ്യൻ? ഓ ശരി. അപ്പോൾ അതാണ് ഈ പലർക്കും പല ബുദ്ധിമുട്ടുകളാണ്. ചിലർ പോകുന്നത് കണ്ടത് അവർക്ക് മരുന്ന് ആവശ്യത്തിന് വേണ്ടി പോയി എന്നുള്ളതാണ്. സഹിതം നമുക്ക് ഇപ്പോൾ ഈ ദൃശ്യത്തിലേക്ക് വരാം. അത് പ്രായമായ അമ്മമാരെ ബോട്ടുകളിൽ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന കാഴ്ചയാണ് കാണുന്നത്. അതായത് ഇപ്പോഴും ആളുകൾ അവിടെ അവശേഷിച്ച് നിൽക്കുന്ന സ്ഥിതിയാണുള്ളത്. അവിടെ നിന്ന് ഈ ബോട്ടിൽ ആളുകളെ ഇങ്ങനെ പതുക്കെ വീണ്ടും കരയിലേക്ക് കൊണ്ടുപോവാണ്. അതിൽ പ്രായമുള്ള ഒരു അച്ഛനും അമ്മയും ഒക്കെയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. അതായത് ഈ ഒരു ദുരിതം അങ്ങ് ഇറങ്ങിപ്പോകും എന്നൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവരാണ്. പക്ഷേ ഇന്നിപ്പോൾ കുറച്ച് മുമ്പും അതിശക്തമായ മഴ പെയ്തു. അപ്പോൾ അതൊക്കെ ഒരു വീണ്ടും ഭീതി ഉണ്ടാക്കുന്നതിന് കാരണമായിട്ടുണ്ട്. ഇപ്പോൾ പാലയിൽ നിന്നൊക്കെ അപകടനിരപ്പിന് താഴേക്ക് വെള്ളം എത്തിയിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും സാഹചര്യം അത്ര എളുപ്പമല്ല എന്നുള്ളതാണ്. ഇവരിങ്ങനെ കൊണ്ടുപോവാണ്. ഇവർ വീട്ടിൽ വീണ്ടും കഴിഞ്ഞവരാണ് അല്ലേ? അവരോട് സംസാരിക്കാം. വരാം. 2ാം നിലയിൽ നിൽക്കുകയായിരുന്നു അല്ലേ? താഴത്തെ നിലയിൽ നിൽക്കുമായിരുന്നു. താഴത്തെ നില തന്നെ ഞങ്ങൾ അഞ്ച് പേര്. ഈ വീട്ടിൽ തന്നെ തുടരാമെന്ന് എന്താ വിചാരിച്ചേ? വെള്ളം വരുന്നില്ലായിരുന്നു, കാര്യമായിട്ട് വെള്ളം വരുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ സന്ധ്യ നേരം എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് വെള്ളം ശരിയായിട്ട് വീടിനകത്തോട്ട് കയറാൻ തുടങ്ങി. ഒരു പേടി വന്നോ അമ്മേ? ഇതിലൊക്കെ കയറാൻ, ബോട്ടിലൊക്കെ കയറാൻ ബുദ്ധിമുട്ട്. വെള്ളത്തിനകത്താ ഇരിക്കുന്നത്. ഇതിപ്പോ നാട്ടുകാരുടെ ബോട്ടാണോ ചേട്ടാ? ഇവിടെ സേവാഭാരതി ഇന്നലെ മുതൽ കാര്യമായിട്ടുണ്ട്. സജിത്ത്, ഇങ്ങനെ ഓരോ പ്രദേശങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോൾ ഇങ്ങനെ പല സന്നദ്ധ സംഘടനകൾ ഒക്കെ ഉള്ളവരുണ്ട്. എനിക്ക് തോന്നുന്നു ഇവരുടെ കാര്യമാണോ NDRF അല്പസമയം NDRF വരും എന്ന് പറഞ്ഞത് എന്ന് വ്യക്തമല്ല. എന്തായാലും ഇങ്ങനെയാണ് ഇവരെല്ലാം പറയുന്നത്. അത് തന്നെയാണ്, വീട് ഒന്ന് വെള്ളം ഇറങ്ങുന്നത് വരെ ഇറങ്ങും എന്ന് വിചാരിച്ചു. പക്ഷേ നേരം വെളുത്തപ്പോൾ കൂടുതൽ വെള്ളം കണ്ടു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ വെള്ളം മഴയില്ല എന്നുള്ളത് കൊണ്ട് വെള്ളം ഇറങ്ങുന്നില്ല എന്നൊരർത്ഥമില്ല. ചേട്ടാ, എന്താ മോട്ടർ പണിയായോ? മോട്ടർ പ്രശ്നമായി, അതാണ് ആ ചേട്ടൻ. ഓ, മോട്ടർ അപ്പം മാറ്റി വെക്കാനാണോ? ഓ, വരും. അപ്പോൾ മോട്ടർ മുങ്ങിയാൽ പ്രശ്നമാവുന്നു. ഓ ശരി, കത്തിപ്പും. അപ്പോൾ അതാണ്, ഈ ആളുകളൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ അവരുടെ വീടുകളിലെ സാഹചര്യം വളരെ മോശം. ഈ അപ്പുറത്തെ വീട്ടിലെ ഇരിക്കുന്ന 2 സ്കൂട്ടറുകൾ അത് വർക്ക് ചെയ്യുന്നതല്ലേ ചേട്ടാ? വർക്ക് ചെയ്യുന്നതാണ്. ഓ, അവരപ്പോൾ വെച്ചിട്ട് പോയതാണോ? അയ്യോ. ഇതാണ് സജിത്ത് ഒരു സാഹചര്യം. ഈ വെള്ളം ഇത്ര ഉയരില്ല എന്നൊക്കെ പ്രതീക്ഷിച്ച് വണ്ടി വെച്ചിട്ട് പോയ ആളുകൾ പെട്ടിരിക്കുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് 2 സ്കൂട്ടറും ഏതാണ്ട് പൂർണ്ണമായും മുങ്ങി നിൽക്കുന്ന ഒരവസ്ഥയാണുള്ളത്. ഈ വീടിൻ്റെയും ഉള്ളിലേക്ക് വളരെ കാര്യമായി തന്നെ വെള്ളം കയറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ തന്നെയാണ് ഈ ഇവിടെയൊക്കെ ഈ പ്രദേശത്ത് ഇരുനില വീടുകളുള്ളവരെ സംബന്ധിച്ച് ഒരല്പം ആശ്വാസം തന്നെയാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അവരൊക്കെ വീടിൻ്റെ മുകളിലത്തെ നിലയിലൊക്കെ ആയിട്ട് കഴിയുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. എന്തായാലും ഈ മഴ ഒരല്പം ഇപ്പോഴും ചെറിയ ചാറ്റൽ വീണ്ടും വരുന്നുണ്ട്. അതായത് നമ്മൾ ഇന്നലെ വൈകുന്നേരം രാത്രിയൊന്നും പെയ്തില്ല എന്നുള്ളതാണ് ഈ പാലയിലൊക്കെ അപകട നിലയ്ക്ക് താഴേക്ക്. ഈ 2-3 ആറുകളാണ് കോട്ടയം ജില്ലയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതായുള്ളത്. ഒന്ന് ഈ മൂവാറ്റുപുഴ ആറ്, ഒപ്പം തന്നെ ഈ മീനച്ചിലാറാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ജലസ്രോതസ്. ഒപ്പം തന്നെ മണിമലയാറ് കോട്ടയം ജില്ലയെ അത്രയും, മണിമല കഴിഞ്ഞാൽ പിന്നെ അങ്ങ് പത്തനംതിട്ട ആ മേഖലയിലേക്ക് പോകുന്ന നദിയാണ്. അതുകൊണ്ട് തന്നെ അത്രയും ബുദ്ധിമുട്ടല്ല. പക്ഷേ ഈ കോട്ടയത്തിൻ്റെ ഒരു ഹൃദയഭാഗത്തുകൂടി ഒഴുകുന്നത് തീർച്ചയായും മീനച്ചിലാറാണ്. മീനച്ചിലാറിൻ്റെ കൈവഴിയിലൂടെയൊക്കെയുള്ള വെള്ളമാണ് ഇവിടേക്ക് എത്തുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.